അല്ല, തെളിവ് സഹിതം പരാതി കൊടുത്താൽ അൻവറാണോ ഇത്ര ദിവസം തീരുമാനിക്കേണ്ടത്? ഇപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിൽ തെളിവ് സഹിതം ഒരാൾ ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതി പരിശോധിക്കണ്ടേ? അൻവർ കൊടുക്കുന്ന എല്ലാ കാര്യവും തെളിവായി സ്വീകരിച്ച് കൊള്ളണം എന്ന് പ്രഖ്യാപിച്ച് അൻവർ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അൻവർ കൊടുത്ത രേഖ തെറ്റാണ് എന്നൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അൻവർ പരാതി കൊടുത്തു, അൻവർ തെളിവ് കൊടുത്തു. ആ തെളിവുകൾ നിലവിൽ ADGPയെ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സംവിധാനമുണ്ട്, ആ സംവിധാനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്ന സമയത്തിനകം നടപടിയെടുക്കണം. ഞാൻ തന്നതാണ് ആത്യന്തികമായ തെളിവ്, അതിന്മേൽ ആരോപിക്കപ്പെട്ട ആളെ കേൾക്കേണ്ടതില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന നിലയിലാണല്ലോ ഇപ്പം അൻവർ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? അല്ല സനോജ്, സനോജ് കുറെ കൂടി ക്ലാരിറ്റി വരുത്തി ഞാൻ ചോദിക്കാം. സനോജ് കുറെ വർഷങ്ങളായി, ഒരു കുറഞ്ഞത് 2 പതിറ്റാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ സനോജ്. ഏതെങ്കിലും ഒരു IPS ഓഫീസർക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ അദ്ദേഹം ഏത് സ്ഥാനത്തിരുന്നാണോ ആരോപണം നേരിട്ടത് ആ സ്ഥാനത്ത് തുടർന്ന ഒരു ചരിത്രം, ഒരു ഉദാഹരണം കാണിച്ചു തരാം. അല്ല, ഇതിനകത്ത് വിജിലൻസ് അന്വേഷണം വരുന്ന ഘട്ടത്തിൽ തന്നെ അയാളെ ഒഴിവാക്കിയാൽ മാത്രമേ അന്വേഷണം ഭംഗിയായി മുന്നോട്ട് പോകൂ എന്ന് നല്ല നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇടപെടാൻ വേണ്ടി കഴിയില്ല. സനോജ് ഒരു നിമിഷം, ഒരുപാട് IPS ഉദ്യോഗസ്ഥരോട് വിജിലൻസ് അന്വേഷണം നേരിട്ടുണ്ട്. ഒരു നിമിഷം, അവർ ആരോപണം നേരിടുന്ന ആ പൊസിഷൻ, ആരോപണം നേരിടുന്ന ഏത് പൊസിഷനിൽ ഇരുന്നാണോ അവർ അഴിമതി കാണിച്ചത് അതേ പൊസിഷനിലിരുന്ന് അവർ ആ അന്വേഷണം നേരിട്ടതായിട്ട് ഒരു ഉദാഹരണമാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അങ്ങനെ ആദ്യത്തെ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് അജിത് കുമാർ. അല്ല, അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അജിത് കുമാറിൻ്റെ ഏറ്റവും ആ ശ്രേണിയിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ DGP തന്നെയാണ് ആ വിഷയത്തിനകത്ത് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും വീഴ്ചയില്ലാതെ ആ അന്വേഷണം പൂർത്തീകരിക്കും, ആ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തെ മുൻനിർത്തി അൻവർ പറയുന്ന സമയത്ത്, നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന സമയത്ത് അയാളെ മാറ്റിക്കൊള്ളണം എന്ന കൽപ്പനയാണ്. അല്ല, അത് മാറ്റിക്കൊള്ളുന്ന കൽപ്പനയല്ല സനോജ്, അതുകൊണ്ടാണ് സനോജിന് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നടപ്പാക്കാൻ. അതൊരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ഭാഗമായി ഒരാളെ സ്ഥാനത്ത് മാറ്റി നിർത്തുന്നതല്ല, സസ്പെൻഡ് ചെയ്യാനൊന്നുമല്ല പറയുന്നത്. സസ്പെൻഡ് ചെയ്യാനല്ല പറയുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹത്തെ തലസ്ഥാനത്ത് മാറ്റി നിർത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഓണാണ്, 6 മാസത്തെ കാലാവധിയുണ്ട്. പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നു. അത് നേരിടുന്ന ആരോപണം ചെറുതല്ല. ഒരു നിമിഷം സനോജ്, നേരിടുന്ന ആരോപണം ഈ അഴിമതി മാത്രമല്ല, അഴിമതിയോ ക്രമക്കേടോ അധികാര ദുർവിനിയോഗം മാത്രമല്ല, വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം കൂടി അദ്ദേഹം നേരിടുന്നുണ്ട്. ആ രാഷ്ട്രീയ ആരോപണം അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായുള്ള പരാതി പാർട്ടിയുടെ പരിഗണനയിലാണ്. ഇപ്പോഴും പാർട്ടി അൻവറെ തള്ളിപ്പറയുമ്പോഴും ആ പരാതി പാർട്ടിയുടെ പരിഗണനയിലാണ്. അങ്ങനെ ഇരിക്കെയാണ് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? അല്ല, വിജിലൻസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അയാളെ മാറ്റി നിർത്തേണ്ടതാണ് എന്ന് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ശുപാർശയുണ്ടെങ്കിൽ ഉറപ്പായും മാറ്റി നിർത്തും. വിജിലൻസ് അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മാറ്റിക്കൊള്ളണം എന്ന് പറഞ്ഞ് തുടർച്ചയായി പത്രസമ്മേളനം നടത്തിയാൽ അതിന് അത് വിജിലൻസിന്റെ ശുപാർശ പ്രകാരം സർക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണോ സനോജ്? വിജിലൻസ് അന്വേഷണത്തിന്റെ സമയത്ത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് വിജിലൻസ് ശുപാർശ ചെയ്യുമ്പോഴാണോ തീരുമാനിക്കാറ് സാധാരണ, അതോ സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്? സർക്കാരിനും തീരുമാനിക്കാം, വിജിലൻസിന്റെ ശുപാർശ അനുസരിച്ചും തീരുമാനിക്കാം, അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തീരുമാനിക്കാം, അന്വേഷണത്തിന്റെ വിവിധ ഘട്ടത്തിലും തീരുമാനിക്കാം. അതെങ്ങനെ വേണം എന്ന് ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് സനോജിനോട് ചോദിച്ചത്. ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം, വിജിലൻസ് അന്വേഷണം വരുമ്പോൾ അദ്ദേഹം അഴിമതി ആരോപണം നേരിട്ട് അതേ സ്ഥാനത്ത് തുടർന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം, ഇങ്ങനെ ആവാം എന്ന് പറയുമ്പോൾ, അങ്ങനെ കീഴ്വഴക്കമുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടാവണ്ടേ ഈ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ? അല്ല, കീഴ്വഴക്കത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇവിടെ നിയമത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യമല്ല സനോജ്, ഇത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല, ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ഇത് രാഷ്ട്രീയ തീരുമാനമായിട്ട് എടുക്കേണ്ടതാണ്, ഡിപ്പാർട്ട്മെന്റ് എടുക്കേണ്ട ഭാഗമായി മാറ്റി നിർത്തുന്ന കാര്യമല്ല മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്.
ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച നടത്തി അവരാരും IPS കാരല്ല സനോജ്, ഇതൊരു IPS കാരനാണ്. അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ല, അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ല. IPS കാരനാണ്. അല്ല, പിരിച്ചുവിടുന്ന കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. DYSP റാങ്കിലുള്ള എത്ര ആളുകളെ പിരിച്ചുവിട്ടു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നാളെ തന്നെ പിരിച്ചുവിടാൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടില്ല.